തീവ്രമഴ പത്തനംതിട്ട ജില്ലയിലും വീടുകൾക്കടക്കം വ്യാപക നാശനഷ്ടം. സംസ്ഥാനത്ത് തീവ്രമഴ ജനജീവിതം ദുസ്സഹമായി. ഒരാഴ്ചയ്ക്കുള്ളിൽ മരിച്ചത് 23 പേർ. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇതിനകം സംഭവിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം മരം വീണ 4 വീടുകൾ പൂർണ്ണമായും 197 വീടുകൾ ഭാഗികമായും തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനാൽ വെള്ളിയാഴ്ച ഉച്ചവരെ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. KSEBക്ക് 50 ലക്ഷത്തിന്റെ നഷ്ടമെന്ന പ്രാഥമിക കണക്ക്. നിരവധി വാഹനങ്ങൾ മരം വീണ് തകർന്നിട്ടുണ്ട്. ദുരിതമഴ ജില്ലയിലെ ഒട്ടെല്ലാ താലൂക്കിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചു. റാന്നി, മല്ലപ്പള്ളി, പത്തനംതിട്ട, പന്തളം, തിരുവല്ല, കോഴഞ്ചേരി താലൂക്കിലടക്കം മരങ്ങൾ വീണ് 4 വീടുകളാണ് തകർന്നത്. 197 വീടുകൾ ഭാഗികമായി തകർന്നു. ആറന്മുള പഞ്ചായത്തിലെ കിടങ്ങന്നൂർ കരിക്കമേലത്തേതിൽ വീടിന് മുകളിൽ തേക്കും ആഞ്ഞിലിയും ഉൾപ്പെടെ 2 മരങ്ങളാണ് പതിച്ചത്. വീട് പൂർണ്ണമായും തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന ഗൃഹനാഥ അന്നമ്മ തോമസിന് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഴിക്കാട് നഗർ ബ്ലോക്ക് നമ്പർ 6 സുരേഷിന്റെ വീട് പ്ലാവ് വീണാണ് തകർന്നത്. സുരേഷും 2 പെൺമക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എഴിക്കാട് നഗറിൽ മാത്രം 5 വീടുകൾക്കും ഒരു കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആനിക്കാട് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള കുടുംബങ്ങളെ വെങ്ങളത്തുകുന്ന് PRDS വക സ്കൂളിലേക്ക് മാറ്റി. എഴിക്കാട് നഗറിലെ പ്രളയബാധിത കുടുംബങ്ങളെ വല്ലന ഗവൺമെന്റ് SNDP സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. പത്തനംതിട്ട കുമ്പഴയിൽ മരം വീണ 2 വാഹനങ്ങൾ തകർന്നു. പന്തളം തോന്നല്ലൂർ വലിയ പാലത്തിന് സമീപമുള്ള വീടുകളുടെ മുകളിൽ മരം വീണ നാശമുണ്ടായി. മുടിയൂർ കോണത്ത് വീടിന് മുകളിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. പൂഴിക്കാട് കുടശനാട് റോഡിൽ മരം വീണ ഗതാഗത തടസ്സമുണ്ടായി. പന്തളത്ത് കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് പ്രധാന റോഡിൽ വീണെങ്കിലും മറ്റ് അപകടമുണ്ടായില്ല. ജില്ലയിൽ KSEBക്ക് മാത്രം 50 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ, വിശ്വാസത്തിന്റെ സുവർണമുദ്ര. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ്. സൂര്യ ടവർ, കോട്ട. ഫോൺ 9446918447. മാർക്കറ്റ് റോഡ്, ചെങ്ങന്നൂർ. ഫോൺ 9188803071.